ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ AF Zoneന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ബൈക്കിലും കാറിലും ഓടിക്കാൻ വേണ്ട പെട്രോൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിക്കടിയിൽ നിന്ന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഒരു വസ്തുവിൽ നിന്നാണ് പെട്രോൾ ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതെങ്ങനെ കണ്ടെത്തുന്നു, എങ്ങനെ പുറത്തെടുക്കുന്നു എന്ന് വളരെ സിമ്പിളായി നോക്കാം. പെട്രോൾ എന്നത് നേരിട്ട് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു വസ്തുവല്ല. അതിൻ്റെ ഉറവിടം ക്രൂഡ് ഓയിൽ എന്നാണ്. ക്രൂഡ് ഓയിൽ ധാരാളം പ്രോസസ്സുകൾക്ക് ശേഷമാണ് നമ്മുടെ കൈകളിൽ പെട്രോളായി ലഭിക്കുന്നത്. അതിനു മുന്നേ നമുക്ക് എന്താണ് ക്രൂഡ് ഓയിൽ എന്ന് നോക്കാം. ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു കട്ടിയുള്ള കറുത്ത ദ്രാവകമാണ്. ഇതിനെ ഭൂമിയുടെ ആഴങ്ങളിലാണ് സാധാരണ കണ്ടുവരാറുള്ളത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച സസ്യങ്ങളും ചെറുജീവികളും മണ്ണിനടിയിൽ അടിഞ്ഞു കിടന്നു കാലക്രമേണ ഭൂമിയിലെ ചൂടും മർദ്ദവും കാരണം അവ ക്രൂഡ് ഓയിലായി മാറുകയാണ് ചെയ്യുന്നത്. ഭൂമിയിൽ എവിടെയെങ്കിലും കുഴിയെടുത്താൽ ഓയിൽ കിട്ടുമോ? ഇല്ല, അത് അത്ര എളുപ്പമല്ല. ക്രൂഡ് ഓയിലിനെ കണ്ടെത്തുവാൻ ശാസ്ത്രജ്ഞർ പ്രത്യേക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സീസ്മിക് വേവ് ആണ്. ഇതിൽ ഭൂമിയിലേക്ക് ശബ്ദ തരംഗങ്ങൾ അയക്കുന്നു. ആ തരംഗങ്ങൾ തിരിച്ചു വന്ന് ഭൂമിയിലെ ഘടന എന്താണെന്ന് കാണിക്കുന്നു. ഈ ഡാറ്റയിൽ നിന്നാണ് ശാസ്ത്രജ്ഞരെ ഓയിൽ കണ്ടെത്തുവാൻ സഹായിക്കുന്നത്. ഓയിലുള്ള സ്ഥലം കണ്ടെത്തിയാൽ അടുത്ത ഘട്ടം ഡ്രില്ലിംഗ് ആണ്. വലിയ മെഷീനുകൾ ഉപയോഗിച്ച് ആഴത്തിൽ കുഴിയെടുക്കുന്നു. ചിലപ്പോൾ അത് ആയിരക്കണക്കിന് മീറ്ററുകൾ ആഴത്തിലേക്ക് പോകും. ഓയിൽ ലഭിച്ചാൽ അത് പൈപ്പുകൾ വഴി മുകളിലേക്ക് കൊണ്ടുവരും. ഇത് ക്രൂഡ് ഓയിൽ എന്ന നിലയിലാണ് ലഭിക്കുന്നത്. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലിനെ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അതിനെ ശുദ്ധീകരിക്കണം. ഇതിനായി റിഫൈനറി എന്ന വലിയ ഫാക്ടറികളിലേക്ക് ഓയിലിനെ അയക്കുന്നു. അവിടെ അതിനെ ചൂടാക്കി പല ഭാഗങ്ങളായി വേർതിരിക്കുന്നു. അതിൽ നിന്നാണ് പെട്രോൾ, ഡീസൽ, ഗ്യാസ് എന്നിവ ലഭിക്കുന്നത്. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ഒന്ന് സിമ്പിളായി പറഞ്ഞാൽ, ചൂടുള്ള കാറ്റ് വലിയ ട്യൂബിലൂടെ അതിനുള്ളിൽ കടന്നു പോയി രണ്ടാമത്തെ ട്യൂബിലോട്ട് വരും. പിന്നീട് നടുവിലെ ഫർണസിലൂടെ ചൂടുള്ള കാറ്റ് ഹീറ്റായി മൂന്നാമത്തെ ട്യൂബിലോട്ട് കടന്നു കയറും. അവിടെ വെച്ചാണ് അത് ഹെവി പെട്രോൾ, കെറോസിൻ, ഡീസൽ ഓയിലായി മാറുന്നത്. റിഫൈനറിൽ നിന്ന് പെട്രോൾ ഫ്യൂവൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് നാം കാറിലേക്കും ബൈക്കിലേക്കും ഉപയോഗിക്കുന്നു. അങ്ങനെ ഭൂമിയുടെ ആഴത്തിൽ നിന്ന് ഒരു വസ്തു നമ്മുടെ ദിനചര്യയിൽ പ്രധാന ഭാഗമാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ പെട്രോൾ എങ്ങനെയാണ് ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് എന്ന്? ഇതുപോലത്തെ കണ്ടന്റിനായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.